ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നൊരു ചെറിയൊരു റിവ്യൂ ആണ്. റിവ്യൂ എന്ന് പറയാൻ പറ്റില്ല, രേഖാചിത്രം എന്ന മൂവിയെക്കുറിച്ചിട്ടുള്ള എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാനിവിടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ട് പോകുന്നത്. രേഖാചിത്രം വളരെ നല്ലൊരു മൂവിയാണ്. അതായത് ഇങ്ങനെ അടിപൊളി പടം അങ്ങനെയല്ല, ഒരു നല്ലൊരു ക്രൈം ത്രില്ലർ മൂവിയാണ്. നമുക്കിങ്ങനെ കണ്ടിരിക്കാം, നമുക്ക് തുടക്കം മുതൽക്ക് അവസാനം വരെ ഇങ്ങനെ കണ്ടിരിക്കാം ആ പടം. ഇതിൽ മെയിനായിട്ട് സ്റ്റാറിങ് ചെയ്തിട്ടുള്ളത് ആസിഫ് അലിക്കും അനശ്വര രാജൻ, മനോജ് കെ ജയൻ, ഇവരാണ് മെയിനായിട്ട് ലീഡ് റോള് കൊണ്ടുപോകുന്നത്. പിന്നെ മറ്റുള്ള റോൾസും കുറച്ച് ആൾക്കാർ ചെയ്തിട്ടുണ്ട്. സിദ്ദിഖ്, ജഗദീഷ്, അങ്ങനെ കുറേ ആൾക്കാർ അവരുടെ റോൾസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഡയറക്ടർ കമൽ, എല്ലാവരും ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും എന്താ പറയുക, കുറച്ച് സ്പേസേ ഉള്ളൂ എന്നുണ്ടെങ്കിലും നല്ലൊരു റോളാണ് എല്ലാവർക്കും ഉള്ളത്. നല്ലൊരു മൂവിയാണ്, ക്രൈം ത്രില്ലറാണ്. അതുകൊണ്ട് തന്നെ ത്രൂ ഔട്ട് ഇൻവെസ്റ്റിഗേഷനാണ്. ഇപ്പോൾ നമുക്ക് എന്താ പറയുക, ഈ കുറേ ഇൻവെസ്റ്റിഗേഷൻ മൂവീസ് മലയാളത്തിൽ ഇതിനു മുമ്പ് വന്നുപോയിട്ടുണ്ട്. സോ അതൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഇത് എങ്ങനെയാണ്, നല്ല രീതിയിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓരോ സീൻസും കണക്ട് ചെയ്തിരിക്കുന്നത് നല്ല രീതിയിലാണ്. അപ്പോൾ നമുക്കിങ്ങനെ എവിടെയും ഒരു ലാഗ് എനിക്ക് ഫീൽ ചെയ്തില്ല. നന്നായിട്ടുണ്ടായിരുന്നു. എല്ലാവരുടെ അഭിനയം നന്നായിട്ടുണ്ടായിരുന്നു. ആസിഫ് അലിയുടെ പോലീസായിട്ടുള്ളൊരു അഭിനയം വളരെ നന്നായിട്ടുണ്ടായിരുന്നു. അതുപോലെ ഞാൻ ഈ പോസ്റ്ററും മറ്റൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച രീതിയിലുള്ളൊരു സിനിമയാണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. പക്ഷേ എൻ്റയർലി ഡിഫറെൻറ്റ് സ്റ്റോറി ആയിരുന്നു. നല്ല സ്ക്രീൻ പ്ലേ ആയിരുന്നു. സിനിമാറ്റോഗ്രാഫി ആണെങ്കിലും അടിപൊളിയായിരുന്നു. പിന്നെ ബി ജി എം എന്ന് പറയുമ്പോൾ ചില സീൻസൊക്കെ എന്ന് പറയുമ്പോൾ ആ ഒരു സീൻസിന് ഒരു വെയിറ്റ് കൊടുക്കുന്നത് അതിൻ്റെ ബി ജി എം തന്നെയാണ്. സോ ആ ഒരു കാര്യത്തിൽ ഇതിൽ ബി ജി എം എന്തായാലും വിജയിച്ചിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. സിനിമ എന്ന് പറയുന്നത് അടിപൊളിയായിട്ടുണ്ട്. ഡയറക്ഷനും എല്ലാം നന്നായിട്ടുണ്ട്. ജോഫിൻ ടി ചാക്കോയാണ് ഡയറക്ടർ. പിന്നെ ഇതിൽ എന്താ പറയുക, വലിയ ട്വിസ്റ്റോ ടേൺസോ അങ്ങനെയൊന്നും ഈ മൂവിയിൽ ഇല്ല. പക്ഷേ നമുക്ക് എന്താണെന്ന് പറഞ്ഞു വെച്ചാൽ അതൊക്കെ ഉള്ളതുപോലൊരു ഫീലാണ്. പിന്നെ ഇതിലൊരു നെഗറ്റീവ് റോൾ എന്ന് പറയുന്നത്, നമുക്ക് എവിടെയും നമുക്ക് ഇന്നവരാണ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു കൊലയാളി ഇവരാണ് അല്ലെങ്കിൽ വില്ലൻ ഇവരാണ് എന്ന് നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ പറയുമ്പോൾ അതാണല്ലോ, നമുക്ക് എവിടെയും കണ്ടുപിടിക്കാനായിട്ട് വരില്ല. നമ്മൾ ഏതൊരു രീതിയിൽ നമ്മൾ ചിന്തിച്ചാലും നമ്മൾ അയ്യോ എന്ന്, അതായത് ഇന്ന ആളാണ് നമുക്ക് അറിയുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞു വെച്ചാൽ അയ്യോ എന്ന് പറഞ്ഞു നിന്നു. ഞാനൊക്കെ അങ്ങനെ നിന്നുപോയി. പിന്നെ അത് നേരത്തെ കണ്ടുപിടിച്ചവർ മേ ബി ഉണ്ടാവാം. ഞാനൊരു സാധാരണ ഒരു കാണി എന്നുള്ള രീതിയിലാണ് എൻ്റെ ഒരു അഭിപ്രായം പറയുന്നത്. എനിക്ക് ഇങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെ റിവ്യൂ എന്നുള്ള രീതിയിൽ പറയാനൊന്നും അറിയില്ല. പക്ഷേ എനിക്കൊരു മൂവി കണ്ടപ്പോൾ എനിക്കതിനെക്കുറിച്ചൊരു 4 വാക്ക് എല്ലാവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യണം തോന്നി. കാരണം ഒരു 6 കോടി ഉള്ളൊരു ചെറിയൊരു മൂവിയാണിത്. ആ ഒരു ബഡ്ജറ്റിൽ ഇങ്ങനൊരു മൂവി, അതിലേക്ക് എ ഉണ്ട്, അതിൽ എ യൂസ് ചെയ്തിട്ടുണ്ട്. എ യൂസ് ചെയ്ത് ഈ ബിഗ് ബഡ്ജറ്റ് പടങ്ങൾ ഈ അടുത്തായിട്ട് കുറച്ച് മൂവീസൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, തമിഴിലും മറ്റ് ലാംഗ്വേജസിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. സോ അതിലൊക്കെ ഉള്ള എനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ ഒരു ചെറിയൊരു ഷോർട്ട് ബഡ്ജറ്റ് ഫിലിമിൽ അടിപൊളിയായിട്ട് എ ചെയ്തിട്ടുണ്ട്. ഈ കഥ തുടങ്ങുന്നത് സിദ്ദിഖിലൂടെയാണ്. ത്രൂ ഔട്ട് കഥ കൊണ്ടുപോകുന്നത് അനശ്വര രാജനാണ്. ശരിക്കും എന്ന് പറഞ്ഞു വെച്ചാൽ ഇപ്പോൾ അടുത്തായിട്ട് അനശ്വര രാജൻ ഒരു ഫ്ലാഷ് ബാക്ക് സ്റ്റാറായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഓസ്ലറിലൊക്കെ കണ്ടതുപോലെ തന്നെ അത് ഏകദേശം എനിക്ക് ആ ഒരു ക്യാരക്ടറുമായിട്ട്, അതായത് ആ ഒരു ക്യാരക്ടറല്ല, മൂപ്പർത്തിയുടെ ഒരു അഭിനയം എനിക്ക് അത് രണ്ടുമായിട്ട് ഒരു സാമ്യം തോന്നി. പിന്നെ നമ്മൾ ഓസ്ലർ മൂവി കാണുമ്പോൾ നമുക്ക് പൂമാനമേ എന്നുള്ളൊരു സോങ് നമുക്ക് സ്ട്രൈക്ക് ആവും. അതുപോലെ ഈ മൂവിയിൽ നമുക്കൊരു സോങ് സ്ട്രൈക്ക് ആവും. പിന്നെ എന്താ പറയുക, ഇതിലൊരു മെയിൻ സ്റ്റാർ ഈ സിനിമയിൽ നമ്മൾ കാണില്ല, പക്ഷെ ത്രൂ ഔട്ട് നമുക്ക് ഫീൽ ആവും. കാരണം ഒരു പഴയൊരു മൂവിയുടെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന ഒരു സംഭവം, ആ ഒരു സംഭവത്തിന് ചുറ്റിപ്പറ്റിയിട്ടാണ് ഒരു കേസ് ഉണ്ടാവുന്നത്. അത് കണ്ടുപിടിക്കുന്നത് ആസിഫ് അലിയാണ്. പിന്നെ എന്താ പറയുക, നോർമലി ഒരു ഇൻവെസ്റ്റിഗേഷൻ മൂവി എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഹയർ ഒഫീഷ്യൽസൊക്കെ എന്താ പറയുക, ഒരു സാധാരണ ഒരു CI ആണ് ആസിഫ് അലി എന്ന് പറയുന്നത്. സോ അവർക്കിട്ടൊരു പണി കൊടുക്കുക, അല്ലെങ്കിൽ അവരുടെ ഇൻവെസ്റ്റിഗേഷൻ എവിടെയെങ്കിലൊക്കെ ഒരു തടസ്സം നിൽക്കുക, ആ ഒരു രീതിയിലൊക്കെ വരാറുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ വിപരീതമായിട്ട് ഇതിൽ എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവാണ്. അതേ വല്ലാത്തൊരു ആശ്വാസമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സിനിമയിൽ എവിടെയും ഒരു ചെറിയൊരു ഗ്യാപ്പില്ല ചേർത്ത് ഇടാനായിട്ട്, ഇവൻ്റെ ഒരു പണി കൊടുക്കുന്നതും പിന്നെ അതിൽ നിന്നും വീണ്ടും വരുന്നതും അങ്ങനെയൊക്കെ ആയിട്ട്. എനിക്കപ്പോൾ ഈ പടം അടിപൊളിയായിട്ട് തോന്നിട്ടോ. ഓരോ സീൻസും തമ്മിൽ കണക്ട് ചെയ്യുന്ന വിധം ആയിക്കോട്ടെ, ഈ ഫ്ലാഷ് ബാക്കും പ്രസൻറ്റും കണക്ട് ചെയ്യുന്ന വിധം ആയിക്കോട്ടെ, എല്ലാം അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് വളരെ ഇഷ്ടമായി ഈ സിനിമ എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ ഇന്ദ്രൻസ് ഉണ്ട്, പിന്നെ ഹരിശ്രീ അശോകനുണ്ട്. സോ കുറേ കാസ്റ്റിംഗ് അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് ഇവരെല്ലാവരും ചെറിയ 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 റോളിലാണ് വരുന്നതെന്നുണ്ടെങ്കിലും
നമുക്ക് എന്താ പറയുക നന്നായി സ്ട്രൈക്ക് ആവുന്നുണ്ട് അവരുടെ ഒരു പ്രസൻസ് നന്നായിട്ടുണ്ട്. ആ ഒരു പ്രസൻസ് കാരണം തന്നെ ഈ മൂവി നമുക്ക് കണ്ടിരിക്കാനായിട്ട് ഇങ്ങനെ തോന്നും. അടിപൊളിയായിട്ടുണ്ട് മൂവി. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. കണ്ടിട്ട് എല്ലാവരുടെ എക്സ്പീരിയൻസും കമൻറ്റ് ചെയ്യാം. കണ്ടവരുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറയാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.